വലിയ ചൂടുണ്ട്. ചൂടിനെ കവച്ചു വെക്കുന്ന ആവേശം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിനെ വകവയ്ക്കാതെയുള്ള വലിയൊരു പെരുക്കം നമുക്ക് കാണാം. അവിടെ നോക്കൂ, ദൃശ്യങ്ങളിൽ ഈ കയ്യിലിങ്ങനെ ഉയർത്തി വീശുന്നത് വീശറിയാണ്. ഈ വീശറി ഒരു മേളത്തിൻ്റെ താളത്തിൽ അങ്ങനെ വീശി കാറ്റും കൊണ്ട് ആസ്വാദകരാകെ ഇത്തരത്തിൽ പൂരം ആഘോഷിക്കുകയാണ്. ഒരു താളത്തിൽ അങ്ങ് വീശുകയാണ്. ബലൂണുകളും വീശറികളും ഒക്കെ തന്നെ നമുക്ക് കാണാം. എന്നോടൊപ്പം ഇപ്പോൾ കാരമുക്ക് ദേശത്തിൻ്റെ മേളം കഴിഞ്ഞു എത്തിയ മേളത്തിൽ പങ്കെടുത്തവരുണ്ട്. പേരെന്തായിരുന്നു? എൻ്റെ പേര് സന്തോഷ് കൈലാസ്. എല്ലാ വർഷവും കാരമുക്കിന്റെ മേളത്തിൽ എത്താറുണ്ട്. 3 വർഷമായി തുടർച്ചയായിട്ട് മേളമായിരുന്നു ഇത്തവണ. പാണ്ടിമേളം. ഇത്തവണത്തെ മേളം പെരുവനം കുട്ടന്മാരായിരുന്നു മേള പ്രമാണി. അദ്ദേഹം നൽകിത്തറ മേളത്തിൽ മാറിയതിനു ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നു പൂരത്തിന്റെ ഘടകപൂരത്തിന് പ്രമാണം വഹിക്കുന്നത്. പെരുവനത്തിന്റെ മേളത്തിലായി. ഗംഭീരായിരുന്നു അല്ലേ? ഗംഭീരായി. നിങ്ങളും ഉണ്ടായിരുന്നല്ലോ മേളത്തിൽ. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? അത് ഭംഗിയായി. കുട്ടാട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഇവിടുന്ന് പങ്കെടുക്കുന്നത്, തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്നത്. ഇത് എറണാകുളത്ത് നിന്നാണ്. നമ്മൾ ആതിര എന്നാണ് പേര്. കുഴലുണ്ടായിരുന്നു. എത്രത്തോളം ഗംഭീരായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം? നല്ല പരിപാടിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര കാലമായി ഇത് അഭ്യസിച്ചിട്ട്? 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ബഹറിൻ സോപാനത്തിൽ നിന്ന് പഠിച്ചതാണ്. അവിടെ സോപാന വാദ്യകലാസംഘത്തിൽ നിന്ന് സോപാന സംഗീതം, ചെണ്ടമേളം, തായമ്പക, പഞ്ചവാദ്യം എല്ലാം പഠിച്ച് അരങ്ങേറി. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മോൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്. അല്ല, എത്രത്തോളം ഈ കുഴൽ വാദിക്കുക എന്നുള്ളത് അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്? അത് അഭ്യസിക്കാനുള്ളൊരു ശ്രമം എങ്ങനെയായിരുന്നു? കുഴല് സുഷിരവാദ്യമായതുകൊണ്ടും വളരെ ചെറിയതായതുകൊണ്ടും നാദസ്വരം പോലെ അത്ര എളുപ്പമല്ല അത് വായിക്കാൻ. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അവൾ ചെറിയ സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ വന്ന് നെന്മാറ വല്ലങ്കി വേലയ്ക്ക് അടക്കം പല വേലകൾക്കും പൂരങ്ങൾക്കും പങ്കെടുത്തു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? ഗംഭീരമായിരുന്നു, മനോഹരമായിരുന്നു. നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. എല്ലാം കൊണ്ടും അതിഗംഭീരം. ഇനി എന്താണ് പൂരത്തിന് ഇന്നത്തെ അടുത്ത പ്രോഗ്രാംസ്? ഇനി ഞങ്ങൾ പൂരം കാണുന്നിങ്ങനെ ആസ്വദിക്കാൻ പോകും. എല്ലാ മേളങ്ങളും എല്ലാം ആസ്വദിക്കാൻ പോകും. അടുത്ത എങ്ങോട്ടാണ്? ഇനി വെൽഞ്ഞിത്തറ മേളത്തിനകത്തുണ്ടാവും. പിന്നെ തകർക്കും. അങ്ങനെ ഒരു വൈബ് ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ എല്ലാവരും നന്നായി ആഘോഷിക്കുന്നു. വലിയ നിലയിൽ പോലീസുകാരുടെ വലിയൊരു സംഘം ഇവിടെ ഉണ്ട്. സാറേ, ഡ്യൂട്ടിയിലാണെങ്കിലും എത്രത്തോളം ആവേശമുണ്ട് പൂരത്തിന്? അടിപൊളി ആവേശത്തിലാണ്. മുമ്പും പൂരത്തിന് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടോ? മുമ്പുണ്ട്. നല്ല ഉഷ്ണമാണല്ലോ. ഇതിനിടയിൽ എങ്ങനെയാണ് ഈ ക്രൗഡ് മാനേജ്മെന്റും ഒക്കെ നടത്തുന്നത്? ചെയ്തു പോകുന്നുണ്ട്. പോലീസുകാരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റുദ്യോഗസ്ഥരുണ്ട്. കൊച്ചിൻ ദേവസ്വത്തിൻ്റെ ഓഫീസ് അവിടെയുണ്ട്. അവിടെ ദേവസ്വത്തിൻ്റെ പ്രതിനിധികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഓരോ ഡ്യൂട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും പൂരം നന്നായി ആഘോഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ ഘടകപൂരങ്ങൾ കൊട്ടി വരുന്നത് നമുക്ക് കാണാം. ഘടകപൂരങ്ങൾ ഇനിയും അകത്തേക്ക് വരാനുണ്ട്. അതിൻ്റെ ഒരു ആവേശവും ഈ ഭാഗത്ത് അളകുന്നുണ്ട്. പൂരം എങ്ങനെയുണ്ട് വൈബ്? അടിപൊളി. ഏതോ ദേശത്തിന്റെ ആളാന്ന് തോന്നുന്നു അല്ലേ? 12 മണിക്ക് എഴുന്നള്ളിപ്പുണ്ടല്ലോ. എന്താണ് ഇത്തവണ ഒരു സ്പെഷ്യല് കുടമാറ്റത്തിൻ്റെ തന്നെ സ്പെഷ്യൽ വരുന്നത്. പിന്നെ ഇപ്പോൾ വെടിക്കെട്ടിൻ്റെ ആണ് കുറച്ച് ഭയങ്കര വിഷമം വരുന്നത്. നടക്കാൻ പറ്റില്ല വെടിക്കെട്ടിൻ്റെ. പിന്നെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഇങ്ങനെ കുറെ നേരം ഞാൻ കുറച്ച് മുമ്പ് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിട്ടുള്ള ഒരു ആഘോഷത്തിലായിരുന്നു. കുറച്ച് സന്തോഷം, കൂടുതൽ ദുഃഖം. വെടിക്കെട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ കുറേ ആൾക്കാർ അങ്ങനെ കുറച്ച് വേണ്ടപ്പെട്ട കുറേ പേര് നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. അത് കാരണം പൂരത്തിന് പകുതി സന്തോഷമുള്ളൂ, പകുതി. ദിവ്യ, ഇതാണ് ഇവിടെ മേളം കഴിഞ്ഞ് കുറച്ച് കലാകാരന്മാർ വരുന്നത് നമുക്ക് കാണാം. അവർ ക്ഷേത്രത്തിനകത്തിന് മേളം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് മേളം കൊട്ടിക്കയറുമ്പോൾ മറുഭാഗത്ത് മേളം കഴിഞ്ഞ് കുറേ പേർ പുറത്തു വരുന്നു. ഇനി അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ റെസ്ട്രിക്ഷൻസ് തുടങ്ങും. എലഞ്ഞിത്തറ മേളത്തിനുള്ള എന്തായാലും വെടിക്കെട്ട ദുരന്തത്തിന്റെ വിഷമം, അതിന്റെ ഒരു ആഘാതം, അതിന്റെ ഞെട്ടലൊക്കെ ഇപ്പോഴും ജനങ്ങളിൽ ഉണ്ട്. ആ വേദനയുമുണ്ട്. ആ കുടുംബത്തോടൊപ്പം, അവരുടെ വേദനയോടൊപ്പം പങ്കുചേരുമ്പോഴും ആളുകൾ തൃശ്ശൂർ പൂരനഗരിയിലേക്ക് എത്തുകയാണ്. പൊലിമ കുറഞ്ഞുവെങ്കിലും തൃശ്ശൂർ പൂരം വിടാൻ അവിടെയുള്ള ആളുകൾക്ക് കഴിയില്ലല്ലോ. നമ്മുടെ